नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश धारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं युगमुखात् अमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। हरे कृष्ण। श्रीमद्भागवतम चतुर्थ स्कंदം 28ാമത്തെ അധ്യായം. പുരഞ്ജനൻ അടുത്ത ജീവിതത്തിൽ സ്ത്രീയായി തീരുന്നു. ശ്ലോകം 21 മുതൽ 25 വരെ വായിക്കാം. കഥം നൂ താരകാദീനാ ദാരകീർവാപരായണാഃ വർത്തിഷ്യന്തെ മയി ഗതേ ഭിന്നനാവാ ഇവോ ദധൗ. ഏവം കൃപണയാ ബുദ്ധ്യാ ശോചന്തം അതദർഹണം ഗ്രഹീതും കൃതധീരേണം ഭയനാമാം അഭ്യപദ്യത. പശുവദ്യവനൈരേഷ നീയന്മാനാ സുഖം ക്ഷയം അന്നദ്രവൻ അനുപഥ ശോചന്തോ വൃഷമാതുരാഃ. പുരീം വിഹായോപഗത ഉപരുദ്ധോ ഭുജം ഗമഃ യഥാ തമേവാനുപുരീ വിശീർണാ പ്രകൃതിം ഗതാ. വികർഷ്യമാണാ പ്രസഭം യവനേന ബലീയസാ നാവിന്ദത്തമസാവിഷ്ട സഖായം സുഹൃദം പുരഃ. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ജയശ്രീ മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം അധ്യായം 28. പുരഞ്ജനൻ അടുത്ത ജീവിതത്തിൽ സ്ത്രീയായിത്തീരുന്നു. ശ്ലോകം 21. കഥം നു ദാരകാദീനാ ദാരകീർവാപരായണഃ വർത്തിഷ്യന്തെ മയി ഗതേ ഭിന്നനാവ ഇവോ ദധൗ. വിവർത്തനം. പുരഞ്ജന രാജാവ് അവന്റെ ഉത്കണ്ഠകൾ തുടർന്നു. ഞാൻ ഈ ലോകത്തിൽ നിന്ന് പോയി കഴിയുമ്പോൾ ഇപ്പോൾ തന്നെ എന്നെ മാത്രം ജീവിക്കുന്ന എന്റെ പുത്രന്മാരും പുത്രിമാരും എങ്ങനെ അവരുടെ ജീവിതം തുടരും? നടുക്കടലിൽ വെച്ച് തകരുന്ന ഒരു കപ്പലിലെ യാത്രക്കാരുടെ പോലെ ആയി തീരും അവരുടെ ജീവിതം. ഹരികൃഷ്ണ. ശ്ലോകം 22. ഏവം കൃപണയാ ബുദ്ധ്യാ ശോചന്തമദർഹണം ഗ്രഹീതും കൃതധീരേണം ഭയനാമാഭ്യപദ്യത. വിവർത്തനം. പുരഞ്ജന രാജാവിന് തന്റെ പത്നിയുടെയും സന്താനങ്ങളുടെയും വിധിയിൽ പരിതപിക്കേണ്ടതില്ലായിരുന്നെങ്കിലും അവന്റെ പിശുക്കൻ ബുദ്ധി മൂലം അവൻ അങ്ങനെ ചെയ്തു. ഇതിനിടയിൽ ഭയമെന്നു പേരുള്ള യവന രാജാവ് അവനെ പിടികൂടാൻ അതിദ്രുതം അടുത്തെത്തി. ഹരേ കൃഷ്ണ. ശ്ലോകം 23. പശുവത്യവനൈരേഷ നിയമാനക സ്വകം ക്ഷയം
അന്യദ്രവന്നനുപതാഹ ശോചന്ത്യോ ദൃശമാതുരാഹ. വിവർത്തനം. പുരഞ്ജന രാജാവിനെ യവനന്മാർ ഒരു മൃഗത്തെ എന്ന പോലെ കെട്ടിവരിഞ്ഞ് അവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോയപ്പോൾ രാജാവിന്റെ അനുയായികൾ അത്യന്തം ദുഃഖിച്ചു. ദുഃഖിതരായ അവർ അവന്റെ ഒപ്പം പോകാൻ നിർബന്ധിതരായി. ഹരേ കൃഷ്ണ. ശ്ലോകം 24. പുരിം വിഹായോപഗത ഉപരുദ്ധോ ഭുജംഗമഃ യഥാ തമേവാനുപുരി വിശീർണാ പ്രകൃതിം ഗതാ. വിവർത്തനം. യവനരാജന്റെ ഭടന്മാരാൽ നേരത്തെ തന്നെ പിടികൂടപ്പെടുകയും നഗരത്തിൽ നിന്ന് പുറത്താവുകയും ചെയ്തിരുന്ന സർപ്പം മറ്റുള്ളവരോടൊപ്പം തന്റെ യജമാനനെ അനുഗമിക്കുവാൻ തുടങ്ങി. അവർ നഗരത്തിന് പുറത്തു കടന്നയുടൻ അത് ഇടിച്ചു തകർക്കപ്പെടുകയും പൊടിയായി തീരുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ശ്ലോകം 25. വികൃഷ്യമാണഃ പ്രസഭം യവനേന ബലീയസാ നാവിന്ദത്തമസാവിഷ്ടഃ സഖായം സുഹൃദം പുരഃ. വിവർത്തനം. അതിശക്തരായ യവനന്മാർ ആരാൽ വലിച്ചിഴക്കപ്പെടുമ്പോഴും പുരഞ്ജന രാജാവിന് വർദ്ധിച്ച അജ്ഞത നിമിത്തം അവന്റെ സുഹൃത്തും അഭ്യുദയകാംക്ഷിയുമായ പരമാത്മാവിനെ സ്മരിക്കുവാൻ കഴിഞ്ഞു. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ജയശ്രീ മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ പുരഞ്ജന രാജാവിന്റെ അവസാന സമയത്തെ കുറിച്ചാണ് പറയുന്നത്. പുരഞ്ജനൻ ശരീരത്തിൽ നിന്നും ബലമായി യമരാജന്റെ കിങ്കരന്മാരാൽ പുറത്തേക്ക് വലിക്കപ്പെടുന്നു. ആ സമയത്ത് പുരഞ്ജനന് യഥാർത്ഥമായിട്ടുള്ള ബോധമുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ യഥാർത്ഥ ബുദ്ധി പ്രവർത്തിച്ചിരുന്നില്ല. അദ്ദേഹം കാര്യങ്ങൾ തെറ്റായിട്ടാണ് മനസ്സിലാക്കിയിരുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ഉത്കണ്ഠ മുഴുവൻ തന്റെ പുത്രന്മാരെ കുറിച്ചും തന്റെ പത്നിയെ കുറിച്ചുമായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പുരഞ്ജനൻ ചിന്തിച്ചിരുന്നത്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ ശരീരം വിട്ടുകഴിഞ്ഞാൽ പിന്നെ എൻ്റെ പത്നിക്കും തൻ്റെ പുത്രന്മാർക്കും പുത്രിമാർക്കും ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അവരുടെ കാര്യമൊക്കെ കഷ്ടത്തിലാകും. ഞാൻ ഇല്ലാതാകുന്നതോടുകൂടി അവർക്ക് ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും. അവരുടെ ജീവിതം വഴിമുട്ടി പോകും എന്നാണ് പുരഞ്ജനൻ ചിന്തിച്ചിരുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അതായിരുന്നില്ല സത്യം. പുരഞ്ജനൻ മരിച്ചു കഴിഞ്ഞാലും അവർ അവിടെ സുഖമായിട്ട് ജീവിക്കും. പുരഞ്ജനൻ വിചാരിച്ചത്, ഞാനില്ലാതെ അവർക്ക് ജീവിക്കാൻ സാധിക്കില്ല. എന്നോട് അത്രമാത്രം അവർക്ക് ഇഷ്ടമായിരുന്നു. ഞാനില്ലാതെ അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നാണ് പുരഞ്ജനൻ ചിന്തിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ പുരഞ്ജനന് പ്രായമായ സമയത്ത് തന്നെ ബന്ധുക്കളെല്ലാം പുരഞ്ജനോട് അകന്നു നിന്നിരുന്നു. പുരഞ്ജനൻ എത്രയും പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞാൽ അവന്റെ സ്വത്തുക്കളെല്ലാം തങ്ങൾക്ക് കൈക്കലാക്കാം. ആ സ്വത്തവകാശം മുഴുവൻ തങ്ങളുടെ കയ്യിലേക്ക് വരും. അതുകൊണ്ട് എന്നാണ് ഇദ്ദേഹം മരിക്കുന്നത് എന്ന് വിചാരിച്ചാണ് അവരുടെ ബന്ധുക്കളെല്ലാം, പുത്രന്മാർ അടക്കമുള്ള ബന്ധുക്കളെല്ലാം നിന്നിരുന്നത്. അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാതെ, അവരുടെ യഥാർത്ഥ മനസ്ഥിതിയെ മനസ്സിലാക്കാതെയാണ് പുരഞ്ജനൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചത്. അവരുടെ കാര്യം വലിയ കഷ്ടത്തിലായി പോകും എന്ന് ചിന്തിച്ചിരുന്നത്. അപ്പോൾ അത് പുരഞ്ജന്റെ യഥാർത്ഥ ബുദ്ധി ആയിരുന്നില്ല എന്ന് 22ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഏവം കൃപണയാ ബുദ്ധിയ, യഥാർത്ഥ ബുദ്ധി കൊണ്ടല്ല പുരഞ്ജനൻ പ്രവർത്തിച്ചിരുന്നത്. അവന്റെ യഥാർത്ഥ ബുദ്ധി പ്രവർത്തിച്ചിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശാരീരികമായിട്ടുള്ള ബുദ്ധിയിലാണ് പുരഞ്ജനൻ പ്രവർത്തിച്ചത്. കൃപണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശുക്കൻ, യഥാർത്ഥ ബുദ്ധി ഇല്ലാത്തവൻ, അല്ലെങ്കിൽ യഥാർത്ഥ ബുദ്ധി പ്രവർത്തിപ്പിക്കാത്തവൻ എന്നാണ്. യഥാർത്ഥ ബുദ്ധി എന്താണ്? ഭഗവാനെ ശരണം പ്രാപിക്കുക എന്നുള്ളതാണ്. മരണം അടുക്കുന്ന സമയത്ത് മറ്റാരെയും കുറിച്ചും ചിന്തിക്കാനില്ല. മറ്റാരെ കുറിച്ചും ചിന്തിച്ചത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ചത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. അവസാന സമയം ഭഗവാനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അതാണ് യഥാർത്ഥ ബുദ്ധി. അതേ നാരായണ സ്മൃതി. അവസാന സമയത്ത് ഭഗവാനെ സ്മരിച്ചിരുന്നെങ്കിൽ ആ ജീവാത്മാവിന് ഇനി ഇങ്ങനെ ഒരു ശരീരം സ്വീകരിക്കാതെ, ജന്മമൃത്യു ജരാവ്യാധികൾ സ്വീകരിക്കാതെ നേരിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കുമായിരുന്നു.
ആ വലിയൊരു അവസരം ഇവിടെ പുരഞ്ജനൻ നഷ്ടപ്പെടുത്തി. അല്ലെ, അന്ധകാലേച്ച മാമേവ സ്മരൻ മുക്ത കളേവരം യപ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയ. അവസാന സമയത്ത് ഭഗവാനെ സ്മരിച്ചിരുന്നെങ്കിൽ വീണ്ടും ഈ ഭൗതിക ലോകത്തിലേക്ക് വരാതെ ഭഗവാനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ദുഃഖാലയം അശാശ്വതം, ദുഃഖാലയത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല എന്ന് ഭഗവാൻ പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ അവസാന സമയത്ത് ഭഗവാനെ സ്മരിക്കാൻ അദ്ദേഹം പരിശീലിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ബുദ്ധിയെ കൃപണയാ ബുദ്ധിയ എന്ന് പറഞ്ഞത്. അങ്ങനെ പരിശീലിച്ചിട്ടില്ലെങ്കിൽ അവസാന സമയത്തും തീർച്ചയായിട്ടും ആ മനസ്സുകൊണ്ട് തന്റെ ശരീരത്തെക്കുറിച്ചും കുടുംബാംഗങ്ങളെ കുറിച്ചും മാത്രമായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ വീണ്ടും അതിനനുസരിച്ചുള്ള ഒരു ശരീരമാണ് ആ ജീവാത്മാവിനെ സ്വീകരിക്കേണ്ടി വരുന്നത്. കർമ്മണ ദൈവനേത്രേണ ജന്തുർദേഹോപത്തി. പൂർവജന്മ കർമ്മമനുസരിച്ചും ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചും പുതിയൊരു ശരീരം ആ വ്യക്തിക്ക് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത്, തന്റെ ബന്ധുക്കളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അവരുടെ കാര്യം വലിയ കഷ്ടത്തിലാവും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഭയം എന്ന് പറഞ്ഞിട്ടുള്ള യവന രാജാവ് അദ്ദേഹത്തെ യമപാശം കൊണ്ട് പിടികൂടി. ഭയം എന്നിവിടെ പറയുന്നത് യമകിങ്കരന്മാരെയാണ്. യമനും യമന്റെ സൈനികരും, അല്ലെങ്കിൽ മൃത്യുദേവനും മൃത്യുദേവന്റെ കിങ്കരന്മാരും യമപാശം കൊണ്ട് ആ ജീവാത്മാവിനെ പിടികൂടി. 1-ാമത്തെ സ്കന്ധത്തിലും ഇത് വിശദീകരിക്കുന്നുണ്ട്. അവസാനത്തെ സമയത്ത് യമകിങ്കരന്മാർ വന്ന് ആ ജീവാത്മാവിനെ യമപാശം കൊണ്ട് ബന്ധിക്കുകയും അവനെ ആ ശരീരത്തിന്റെ പുറത്തേക്ക് എടുക്കുകയും ചെയ്യും. അവന് യാതനാ ശരീരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശരീരം കൊടുക്കും. അവൻ ചെയ്ത കർമ്മങ്ങളിലേക്ക് ദുഃഖങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടി യാതനാ ശരീരം കൊടുക്കുകയും യമപാശം കൊണ്ട് ബന്ധിച്ച് ആ ശരീരത്തിൽ നിന്ന് ജീവനെ പുറത്തേക്ക് എടുക്കുകയും ചെയ്യും. അവർക്ക് യാതൊരു കാരുണ്യവുമില്ല എന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട്, ഒരു പശുവിനെ പോലെ 23-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, പശുവത് യവനൈരേഷൻ, ഒരു മൃഗത്തിനെ പോലെയാണ് കെട്ടിവരിഞ്ഞ് പുരഞ്ജന രാജാവിനെ പുറത്തേക്കെടുത്തത്, ശരീരത്തിന്റെ പുറത്തേക്കെടുത്തത് എന്ന് പറയുന്നു. അപ്പോൾ യമകിങ്കരന്മാർക്ക് യാതൊരു കാരുണ്യവുമില്ല എന്നാണ് പറയുന്നത്. യമോ കരുണോ നാസ്തി, യമസ്യ കരുണോ നാസ്തി എന്ന് പറയും. യമരാജാവിനും അദ്ദേഹത്തിന്റെ കിങ്കരന്മാർക്കും യാതൊരു കാരുണ്യവുമില്ല. ഞാൻ രാജാവാണ്, അല്ലെങ്കിൽ ഞാൻ മന്ത്രിയാണ്, അല്ലെങ്കിൽ ഞാൻ മജിസ്ട്രേറ്റ് ആണ്, ഞാൻ കളക്ടറാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് എല്ലാ ജീവനും ഒരേപോലെ തന്നെയാണ്. അവരും മൃഗങ്ങളെ പോലെ അതിനെ കെട്ടിവരിഞ്ഞ് യമരാജാവിന്റെ അടുത്തേക്ക് ആ ജീവനെ എത്തിക്കുക, സമയമാകുമ്പോൾ അത് ആ ശരീരത്തിൽ നിന്ന് പുറത്തെടുത്ത് യമകിങ്കരന്മാർ യമരാജാവിന്റെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി. അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ആ ജീവാത്മാവ് ആരാണ്, എന്താണ്, ഭൗതിക ലോകത്ത് അതിന്റെ പൊസിഷൻ എന്താണ് എന്നൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ കരഞ്ഞത് കൊണ്ടോ ദുഃഖിച്ചത് കൊണ്ടോ ഒന്നും യാതൊരു പ്രയോജനമില്ല. അവർക്ക് യാതൊരു കാരുണ്യമില്ല. അവരങ്ങനെ ഒരു പശുവിനെ ബന്ധിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു മൃഗത്തെ ബന്ധിക്കുന്നത് പോലെ പുരഞ്ജനന്റെ ജീവനെ ബന്ധിച്ച് പുറത്തേക്ക് എടുത്തു എന്നാണ് പറയുന്നത്. ആ ശരീരത്തിന്റെ പുറത്തേക്ക് എടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ പുറത്തേക്ക് വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ബന്ധുക്കളും അവന്റെ ഒപ്പം പോകാൻ നിർബന്ധിതരായി എന്ന് പറയും. അവന്റെ ബന്ധുക്കൾ എന്ന് പറയുന്നത് ശരീരത്തിലെ ഇന്ദ്രിയങ്ങളും അതേപോലെ മനസ്സ്, ബുദ്ധി, അഹങ്കാരവും പ്രാണനും ഒക്കെയാണ്. അല്ലെ, ജീവൻ ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ പ്രാണനും അതേപോലെ മനസ്സ്, ബുദ്ധി, അഹങ്കാരത്തിനും ഇന്ദ്രിയങ്ങൾക്കും ഒന്നും സ്വന്തമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കാത്ത അവസ്ഥ. ശരീരത്തിൽ ജീവൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇവയെല്ലാം പ്രവർത്തിക്കുന്നുള്ളൂ. മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇതൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ, പ്രാണന് പ്രവർത്തിക്കണമെങ്കിൽ, ശരീരത്തിൽ പ്രാണൻ സഞ്ചരിക്കണമെങ്കിൽ ജീവൻ നിലനിൽക്കണം. അല്ലെ, അപ്പൊ ജീവൻ പോയി കഴിഞ്ഞാൽ എത്ര ആരോഗ്യമുള്ള ശരീരമാണെങ്കിലും പിന്നീട് പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും ആ ജീവനെ പിന്തുടർന്ന് പോകേണ്ടി വന്നു എന്നാണ് പറയുന്നത്. ജീവനോടൊപ്പം തന്നെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം പോകും. അതുകൊണ്ട് ആ ജീവൻ എന്തുണ്ടാവും? ആ ചിന്തയൊക്കെ ഉണ്ടാവും. മനസ്സിൽ ചിന്തകളൊക്കെ തുടരും, ബുദ്ധി ഉണ്ടാകും, അതേപോലെ അഹങ്കാരം, ഞാനെന്നുള്ള ബോധമൊക്കെ ശരീരം വിട്ടു കഴിഞ്ഞാലും ഉണ്ടാവും. അതിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. അങ്ങനെ മനസ്സ്, ബുദ്ധി, അഹങ്കാരവും ഒക്കെ ആ ജീവന്റെ പുറകെ പോയി. അതേപോലെ ജീവൻ പുറത്തു കിടന്ന സമയത്ത് പ്രാണനും
സർപ്പത്തിന്റെ രൂപത്തിലുള്ള പ്രാണനും പുറത്തേക്ക് കടന്നു എന്നാണ്. പ്രാണനും സ്വന്തമായിട്ട് നിലനിൽപ്പില്ല. അല്ല, ജീവൻ പോയി കഴിഞ്ഞാൽ നമ്മൾ എത്ര ശ്വാസോച്ഛ്വാസം, കൃത്രിമ ശ്വാസോച്ഛ്വാസം ഒന്നും കൊടുത്താൽ പിന്നെ ശ്വാസം വരില്ല. ആ ജീവൻ ഉണ്ടെങ്കിൽ മാത്രമേ വീണ്ടും ശ്വാസമൊക്കെ വരികയുള്ളൂ, പ്രാണന് നിലനിൽക്കാൻ സാധിക്കും. ജീവനാണ് ശരീരത്തിന്റെ ആധാരം, ജീവാത്മാവാണ് ശരീരത്തിന്റെ ആധാരം. ജീവാത്മാവ് നിലനിന്നാൽ മാത്രമേ ശരീരം നിലനിൽക്കൂ. ജീവാത്മാവ് പോയ ഉടനെ തന്നെ ശരീരം കേടുവരാൻ തുടങ്ങും. എല്ലാം പ്രാണനും ബുദ്ധിയും, മനസ്സും ബുദ്ധിയും അഹങ്കാരവും ഒക്കെ ആ ജീവനെ പിന്തുടർന്ന്, പുരഞ്ജന രാജാവിനെ പിന്തുടർന്ന് പുറത്തേക്ക് പോയി എന്നാണ് പറയുന്നത്. പ്രാണൻ പുറത്തു കടന്ന ഉടനെ തന്നെ അത് ആ പ്രാണൻ നശിച്ചുപോയി എന്നാണ് പറയുന്നത്. പ്രാണന് സ്വന്തമായിട്ട് നിലനിൽക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ആ പ്രാണൻ ജീവൻ പോയതിന്റെ പുറകെ തന്നെ പുറത്തേക്ക് കടന്നു. അതിന് സ്വന്തമായിട്ട് നിലനിൽപ്പില്ലാത്തത് കൊണ്ട് അത് നശിച്ചുപോയി എന്ന് പറയും. അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് പുരഞ്ജന രാജാവിനെ പറ്റിയ അബദ്ധം എന്താണ് പുരഞ്ജന രാജാവിനെ കൃപണൻ എന്ന് വിളിക്കാൻ കാരണം, യഥാർത്ഥ ബുദ്ധി ഇല്ലാത്തവൻ എന്ന് വിളിക്കാൻ എന്താണ് കാരണം എന്ന് പറയുന്നുണ്ട്. വികൃഷ്യമാണ പ്രസവം യവനേന ബലീയസ നാഭിന്ദത്തമസാവിഷ്ട സഖായം സുഹൃതം പുരാം. എന്താണ് പുരഞ്ജന രാജാവിന് പറ്റിയത്? തന്റെ തൊട്ടടുത്ത് തന്നെ ഇത്രയും കാലം ഇരുന്നിരുന്ന ആ സുഹൃത്തിനെ കണ്ടുപിടിക്കാൻ പുരഞ്ജന രാജാവിന് സാധിച്ചില്ല. ആ സുഹൃത്തിനെ വിളിച്ചില്ല. യഥാർത്ഥത്തിൽ എല്ലാവരുടെയും ഹൃദയത്തിൽ സുഹൃത് ഭാവത്തിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ട്, പരമാത്മ രൂപത്തിൽ ഭഗവാൻ ഇരിക്കുന്നു. സുഹൃതം സർവഭൂതാനാം, എല്ലാ ജീവജാലങ്ങളിലും ഭഗവാൻ സുഹൃത് ഭാവത്തിൽ ഇരിക്കുന്നുണ്ട്. ആ സുഹൃത്തിനെ വിളിച്ചിരുന്നെങ്കിൽ, ഭഗവാനെ വിളിച്ചിരുന്നെങ്കിൽ ആ ജീവാത്മാവിനെ രക്ഷപ്പെടാമായിരുന്നു. വീണ്ടും ഒരു ഭൗതിക ശരീരം സ്വീകരിക്കാതെ രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നു. എല്ലാവരുടെയും ഹൃദയത്തിൽ അങ്ങനെ ഒരു സുഹൃത്ത് ഇരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഈശ്വരൻ ഭഗവാൻ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ സുഹൃത്ത് ഭാവത്തിൽ ഇരിക്കുന്നുണ്ട്. ആ സുഹൃത്തിനെ സ്മരിച്ചില്ല. എത്രയോ ജന്മമായിട്ട് ആ സുഹൃത്ത് കൂടെ നടക്കുന്നുണ്ട്. ഒരുപാട് കോടിക്കണക്കിന് ശരീരങ്ങൾ മാറി മാറി എടുത്ത സമയത്തും ഈ സുഹൃത്ത് കൂടെ തന്നെയുണ്ട്. പക്ഷെ മനുഷ്യ ശരീരത്തിൽ മാത്രമേ അത് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. പക്ഷെ പുരഞ്ജന രാജാവിന് മനുഷ്യ ശരീരം കിട്ടിയിട്ടും ആ സുഹൃത്തിനെ തിരിച്ചറിയാൻ സാധിച്ചില്ല. ആ സുഹൃത്തിനെ സ്മരിക്കാൻ ഈ സമയത്ത് തീർച്ചയായിട്ടും ആ സുഹൃത്തിനെ സ്മരിക്കണം. അങ്ങനെ സ്മരിച്ചു കഴിഞ്ഞാൽ ആ പുരഞ്ജന രാജാവിന് രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനെ സ്മരിക്കാൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത്. സഖായം സുഹൃതം പുര, എല്ലാ ജീവജാലങ്ങളെയും ഉയർത്തിക്കൊണ്ടുവരുന്ന, എല്ലാ ജീവജാലങ്ങൾക്കും ഏറ്റവും വലിയ സഹായം നൽകാൻ സാധിക്കുന്ന ആ സുഹൃത്തിനെ പുരഞ്ജന രാജാവ് സ്മരിച്ചില്ല എന്നാണ് പറയുന്നത്. അതാണ് പുരഞ്ജന രാജാവിനെ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത്. പുരഞ്ജന രാജാവ് മനുഷ്യ ജീവിതത്തെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയും. അതുകൊണ്ട് തന്നെ പുരഞ്ജന രാജാവിന് എന്തെല്ലാം അനുഭവിക്കേണ്ടി വന്നു, ഏതെല്ലാം പാതയിലൂടെയാണ് പുരഞ്ജന രാജാവിനെ അവർ കൊണ്ടുപോയത്, ആ യമകിങ്കരന്മാർ കൊണ്ടുപോയത്, എന്തെല്ലാം അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നു, അടുത്ത ജന്മം ഏതു തരത്തിലുള്ള ശരീരമാണ് സ്വീകരിച്ചത് എന്നെല്ലാം അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നോക്കാം. അപ്പൊ നമുക്ക് നാമജപം തുടരാം. ഹരേ കൃഷ്ണ. ആരാണ് ജപിക്കുന്നത്? കവിത മാതാജി ഉണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ.